രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ പീഡന പരാതിയുമായി ബന്ധപ്പെട്ട് റിമാൻഡിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്ന് ജാമ്യാപേക്ഷ പരിഗണിക്കുന്നുണ്ട്. എന്താകും, ജാമ്യം കിട്ടുമായിരിക്കുമല്ലേ? പറയാൻ പറ്റില്ല, കോടതിയുടെ കാര്യമല്ലേ. ശരി, പത്തനംതിട്ട ജില്ലാ സെഷൻസ് കോടതിയിലാണ് ജാമ്യാപേക്ഷ സമർപ്പിച്ചിരിക്കുന്നത്. നേരത്തെ തിരുവല്ല മജിസ്ട്രേറ്റ് കോടതി ജാമ്യാപേക്ഷ തള്ളിയിരുന്നപ്പോൾ അതിന് പിന്നാലെയാണ് MLA സെഷൻസ് കോടതിയിൽ ഒരു അപേക്ഷ നൽകിയിട്ടുള്ളത്. പ്രതിക്കെതിരെ ബലാത്സംഗ കുറ്റം നിലനിൽക്കുന്നതിന് ആവശ്യമായ പ്രാഥമിക തെളിവുകൾ ഉണ്ടെന്ന് മജിസ്ട്രേറ്റ് കോടതി നേരത്തെ നിരീക്ഷിച്ചിരുന്നു. അതിജീവിതയുമായി ഉണ്ടായിരുന്നത് ഉഭയസമ്മത പ്രകാരമുള്ള ബന്ധമായിരുന്നുവെന്നും മനഃപൂർവ്വം തന്നെ കുടുക്കിയതാണ് എന്നുമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ജാമ്യാപേക്ഷയിൽ പറയുന്നത്. വിവരങ്ങളുമായി വിഷ്ണുവാണ് ചേരുന്നത്. വിഷ്ണു, ഇന്നിപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ജാമ്യാപേക്ഷ പരിഗണിക്കുകയാണ്. നേരത്തെ മജിസ്ട്രേറ്റ് കോടതി അത് തള്ളിയിരുന്നു. ഈ പറയുന്നത് പോലെയുള്ള വാദങ്ങളൊക്കെ തന്നെയായിരുന്നു അന്നും കോടതിയിൽ ഉന്നയിച്ചത്. ഇന്നിപ്പോൾ പത്തനംതിട്ട ജില്ലാ കോടതിയിലേക്ക് ജാമ്യാപേക്ഷ വരുമ്പോൾ എന്തൊക്കെയാണ് സാധ്യതകൾ? ഏത് രീതിയിലായിരിക്കും വാദപ്രതിവാദങ്ങളൊക്കെ? മൂന്നാം ബലാത്സംഗ കേസിൽ ജയിലിൽ കഴിയുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ MLAയുടെ ജാമ്യ ഹർജിയാണ് ഇന്ന് കോടതി പരിഗണിക്കുന്നത്. പത്തനംതിട്ട ജില്ലാ സെഷൻസ് കോടതിയാണ് ജാമ്യാപേക്ഷ പരിഗണിക്കുക. പോലീസ് റിപ്പോർട്ട് വന്ന ശേഷം വിശദമായ വാദം കേട്ട ശേഷമാണ് കോടതി ഈ ജാമ്യാപേക്ഷയിലേക്ക് കടക്കുന്നത്. തിരുവല്ല മജിസ്ട്രേറ്റ് കോടതി കഴിഞ്ഞ ദിവസം ജാമ്യാപേക്ഷ നിഷേധിച്ചിരുന്നു. രാഹുലിന്റെ എല്ലാ വാദങ്ങളും തെളിയായിരുന്നു ജാമ്യാപേക്ഷ തിരുവല്ല ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി നിഷേധിച്ചിരുന്നത്. ഇതിനെ തുടർന്നാണ് പത്തനംതിട്ട കോടതിയെ രാഹുൽ മാങ്കൂട്ടത്തിൽ സമീപിച്ചത്. അതേസമയം രാഹുലിനെതിരെ കൂടുതൽ തെളിവുകൾ ജില്ലാ കോടതിയിൽ എത്തിക്കാനുള്ള നീക്കത്തിലാണ് SIT ഉള്ളത്. ബലാത്സംഗ കുറ്റം പ്രഥമ ദൃഷ്ട്യാ നിലനിൽക്കുമെന്ന് വിലയിരുത്തിയതും അറസ്റ്റ് ചട്ടവിരുദ്ധമെന്നും അടക്കം പ്രതിഭാഗത്തിന്റെ എല്ലാ വാദങ്ങളും തള്ളിയുമാണ് കഴിഞ്ഞ ദിവസം തിരുവല്ല മജിസ്ട്രേറ്റ് കോടതി രാഹുലിന്റെ ജാമ്യാപേക്ഷ തള്ളിയിരുന്നത്. ഉഭയകക്ഷി പ്രകാരമുള്ള ലൈംഗിക ബന്ധം, അറസ്റ്റ്, ചട്ടവിരുദ്ധം തുടങ്ങിയ വാദങ്ങളാണ് പ്രധാനമായും രാഹുലിന്റെ അഭിഭാഷകൻ ജാമ്യ ഹർജിയിലെ വാദത്തിലൂടെ ഉന്നയിച്ചിരുന്നത്. എന്നാൽ പരാതിക്കാരുടെ മൊഴി വിശദമായ പരിശോധന കോടതി ബലാത്സംഗ കുറ്റം നിലനിൽക്കുമെന്ന് വിലയിരുത്തുകയായിരുന്നു. മറ്റ് രണ്ട് കേസുകളുടെ സമാന സ്വഭാവവും രാഹുലിന് കുരുക്കായിട്ടുണ്ട്. വിദേശത്തും പരാതിക്കാരിയുടെ മൊഴി ഓൺലൈൻ വഴി രേഖപ്പെടുത്തി അതിൽ ഒപ്പ് പോലുമില്ലെന്ന് രാഹുലിന്റെ അഭിഭാഷകർ വാദിച്ചിരുന്നു. എന്നാൽ ഡിജിറ്റൽ തെളിവുകൾ അംഗീകരിക്കുന്ന കാലത്ത് SITയുടെ നടപടിക്രമങ്ങൾ കോടതി ശരിവച്ചിട്ടുണ്ട്. ഇതോടൊപ്പം വീഡിയോ കോൺഫറൻസ് വഴി പരാതിക്കാരി നൽകിയ മൊഴി അവർ ഡിജിറ്റൽ ഒപ്പിട്ട് തിരികെ നൽകിയതാണെന്നും എംബസി മുഖാന്തരമുള്ള നടപടിക്രമങ്ങളും പ്രോസിക്യൂഷൻ കോടതി അറിയിച്ചിട്ടുണ്ട്. രാഹുൽ അനുകൂല ഇതിന്റെ ഈ തരത്തിലുള്ള വാർത്തകളൊക്കെ വരുന്നതിന് പുറമെ രാഹുൽ അനുകൂലികൾ ഇരകൾക്കെതിരെ നടത്തുന്ന സൈബർ ആക്രമണങ്ങളും അതിലെ കേസുകളും പ്രോസിക്യൂഷൻ കോടതിയെ ബോധ്യപ്പെടുത്തിയിരുന്നു. മാങ്കൂട്ടത്തിലെ ജാമ്യാപേക്ഷ പരിഗണിക്കുമ്പോൾ ഈ വിഷയങ്ങളെല്ലാം തന്നെ കോടതിയിൽ വരും. പത്തനംതിട്ട ജില്ലാ സെഷൻസ് കോടതിയാണ് രാഹുലിന്റെ ജാമ്യാപേക്ഷ ഇന്ന് പരിഗണിക്കുന്നത്.